ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ സുഗ്യനാണ്. അപ്പൊ അത് ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. 2-3 ദിവസം ഇരിക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കാൻ എടുക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ മാവ് റെഡിയാക്കി. ഇത് പഴംപൊരിയുടെ സെയിം മാവ് കേട്ടോ, അതിനകത്തൊരു മാറ്റമില്ല. ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേ മാവ്. പിന്നെ ചെറുപയർ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഇത് സുഗിന് നമ്മൾ സാധാരണ തേങ്ങ ചേർക്കാറില്ല, പക്ഷെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. കൂടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഞ്ചസാര എടുത്തേട്ടോ. പഞ്ചസാരേനേക്കാളും നല്ല ശർക്കരയാണ്. എന്തായാലും ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് വെക്കാം, കേടൊന്നും ആവത്തില്ല. പിന്നെ നെയ്യ് വേണം. പിന്നെ നമ്മൾ ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ മിക്സ് എല്ലാം ഒന്ന് റെഡി ആക്കി എടുക്കാം. ആദ്യം ഞാനൊരു ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട്. ചട്ടിയെല്ലാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1/2 kg ഇട്ട് കൊടുക്കാം. വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് വറുത്ത് വരുമ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം. തേങ്ങയെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിന്. എന്നിട്ട് ചെറുപയറും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഏലക്കായും ജീരകവും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുള മതി കേട്ടോ. ഞാൻ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം വെള്ളം പറ്റി നല്ല യോജിച്ച് വരുവേ. അതിനകത്തോട്ട് നമുക്ക് ഇടിച്ചു വെച്ച ഏലക്കായും ജീരകവും കൂടി ഇടാം. തണുത്ത് കഴിയുമ്പോൾ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ സുഗ്യൻ്റെ ഉണ്ടയെല്ലാം പിടിച്ചിട്ടോ. കുഞ്ഞു കുഞ്ഞു ബോൾ പോലത്തെ ഉണ്ടയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇനി നമുക്ക് എണ്ണ ചൂടാക്കി മാവിനകത്ത് മുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബോളൊക്കെ ഉരുട്ടിയാൽ നമുക്കിത് എണ്ണക്കകത്തോട്ട് ഇടാം. മാവിനകത്ത് മുക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു സുഗ്യാണ് കേട്ടോ, വലുതൊന്നുമല്ല. ഇതാണ് ടേസ്റ്റ് കഴിക്കാൻ. മാവ് നല്ല കട്ടിയൊന്നുമില്ല കേട്ടോ, നൈസായിട്ടുള്ള മാവാണ്. അതിന് മുങ്ങാൻ സാധ്യതയുണ്ട്. വെള്ളം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. സുഗ്യ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത് വരട്ടിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളമയം ഉണ്ടാകാതിരുന്നാൽ മതി കേട്ടോ. എത്ര ദിവസം വേണേലും ഇരിക്കും, കേടൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് അങ്ങനെ തേങ്ങയും പയറൊക്കെ ആക്കി എടുത്ത കേട്ടോ. പിന്നെ ബാക്കി കൂടെ നമ്മൾ സുഗ്യനുണ്ട് കഴിച്ച് നോക്കണ്ടേ. നല്ല കുഞ്ഞി സുഗ്യനാണെങ്കിലും നല്ല മണമില്ല. നെയ്യും തേങ്ങയൊക്കെ വരണ്ട് വരുമ്പോൾ സൂപ്പറായിട്ടോ. ഞാൻ അങ്ങനെ പൊക്കി പറയുന്നില്ല, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ചൂട് ചായയും ഒരു ടേസ്റ്റാണ് അറിയത് കഴിക്കണേ. ഇത് 2-3 ദിവസം ഇരുന്നാലൊന്നും പറ്റൂല. പക്ഷെ നമ്മൾ ഇത് പയറിനകത്തുള്ള വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കണം. നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം ഉരുട്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. ഇതിലും കുഞ്ഞിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാറുണ്ടോ. പയറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ടാറ്റാ.